മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നാണ് ചിത്രം. ഒപ്പം തന്നെ മലയാളത്തിലെ ഐതിഹാസിക വിജയ ചിത്രവും. ആദ്യ ദിവസങ്ങളിലെ തണുത്ത പ്രതികരണങ്ങൾക്ക് ശേഷം കത്തിപ്പടർന്ന ഈ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറുകയായിരുന്നു. ചിരിപ്പിച്ച് ഒടുവിൽ പ്രേക്ഷകനെ കരയിപ്പിച്ചുകൊണ്ടുള്ള അവസാനമായിരുന്നു ചിത്രത്തിന്. കഥയിലെ യുക്തിയൊക്കെ പ്രേക്ഷകർ മനഃപൂർവ്വം മറക്കുക തന്നെയാണ് ഉണ്ടായത്. അതാണ് മോഹൻലാൽ, രഞ്ജിനി നായികമാരായി വന്ന പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം എന്ന സിനിമ. ഇതിലെ ഗാനങ്ങൾ വളരെ ഹിറ്റായിരുന്നു. അതൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ചിത്രം ഇറങ്ങി 35 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ സിനിമ എപ്പോൾ വന്നാലും പിന്നെയും ഇരുന്ന് കാണുന്നവരാണ് നമ്മൾ. ഇതിനുമൊക്കെ അപ്പുറം മലയാളി പ്രേക്ഷകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഈ ചിത്രവും ഉണ്ടാവും. വാടക ഭർത്താവിനെ കണ്ടുപിടിക്കുക, കേവലം ഒരു കയ്യബദ്ധത്തിന് വധശിക്ഷ ലഭിക്കുക തുടങ്ങി യുക്തിക്ക് നിരക്കാത്ത നിരവധി സന്ദർഭങ്ങൾ ചിത്രത്തിൽ ഉണ്ടായിട്ടും അവയെല്ലാം മറികടന്നത് കെട്ടുറപ്പുള്ള തിരക്കഥയും അഭിനേതാക്കളുടെ ഉജ്ജ്വല പ്രകടനങ്ങളും സംവിധാന മികവും കൊണ്ടാണ്. ലാലേട്ടനും നെടുമുടി വേണുവും ശ്രീനിവാസനും രാജുവും 2 സീനിൽ മാത്രം വരുന്ന ബോബി കൊട്ടാരക്കര പോലും തങ്ങളുടേതായ പല പൊടിക്കൈകളും പ്രയോഗിച്ച് ചിത്രത്തെ മറ്റൊരു ലെവലിൽ എത്തിച്ചു. പാടി അഭിനയിക്കുവാനുള്ള ലാലേട്ടന്റെ കഴിവ് ഏറ്റവും തെളിഞ്ഞു നിന്നത് ഈ ചിത്രത്തിലെ നഗുമോ, സ്വാമിനാഥ എന്നീ 2 ഗാനങ്ങളിലാണ്. ഇതൊക്കെ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണെങ്കിലും പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഈ സിനിമയുടെ ചിത്രീകരണ വിശേഷങ്ങൾ. പലതവണ ചിത്രീകരണം മുടങ്ങിയ ശേഷം എങ്ങനെയൊക്കെയോ വർക്ക് തീർത്ത് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ചിത്രം. ഈ ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോയതായിരുന്നു പ്രൊഡ്യൂസർ PKR പിള്ള. ഒരേ സമയം 2 ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്ന അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി അടുത്ത സിനിമ മറ്റൊരു പ്രൊഡ്യൂസറിന് വിൽക്കുകയാണ് ഉണ്ടായത്. ആ തീരുമാനം കൃത്യമായിരുന്നുവെന്ന് സാധൂകരിക്കുന്നതായിരുന്നു ചിത്രത്തിന്റെ ഐതിഹാസിക വിജയം. സാമ്പത്തിക പ്രതിസന്ധി മാത്രമായിരുന്നില്ല ചിത്രീകരണ വേളയിൽ നേരിട്ട തടസ്സം. നായിക രഞ്ജിനി അസുഖം വന്ന് കിടപ്പിലായതുകൊണ്ടും ചിത്രീകരണം മുടങ്ങി. ആദ്യം രേവതിയെ കാസ്റ്റ് ചെയ്ത റോളിലേക്കായിരുന്നു രഞ്ജിനി എത്തിയത്. ഒടുവിൽ അത് രഞ്ജിനിയുടെ കരിയർ ബെസ്റ്റായി മാറുകയും ചെയ്തു. ഇന്നും രഞ്ജിനിയെ മലയാളികൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് ചിത്ര സിനിമയിലെ നായികയായിട്ടാണ്. ഈ ചിത്രത്തിലെ എണ്ണം പറഞ്ഞ ഗാനങ്ങൾ കണ്ണൂർ രാജന്റേതാണെന്നും പശ്ചാത്തല സംഗീതം ജോൺസന്റേതാണെന്നുമുള്ള കാര്യം പ്രേക്ഷക ശ്രദ്ധയിൽ അർഹിച്ച രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്നും സംശയമാണ്. സിനിമ തുടങ്ങി ഏകദേശം 40 മിനിറ്റുകൾക്ക് ശേഷം സംവിധായകന്റെ പേരെഴുതി കാണിച്ച ഒരു പുതുമയും ഈ ചിത്രത്തിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു. ഈ ചിത്രത്തിന്റെ ചുവട് പിടിച്ച് വന്ദനത്തിന്റെ ക്ലൈമാക്സ് അനാവശ്യമായി ട്രാജഡിയാക്കിയ പ്രിയദർശൻ പണി വാങ്ങിച്ചതും ചരിത്രമാണ്. രൂപയുടെ മൂല്യവ്യത്യാസമൊക്കെ കണക്കിലെടുത്താൽ ഒരുപക്ഷെ ഇതായിരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ വിജയചിത്രമെന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ചിത്രം 1 വർഷത്തിലേറെയാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. റിലീസ് സെന്ററിനേക്കാൾ BC സെന്ററുകളിൽ പോലും അതിന് മുൻപോ പിൻപോ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിജയമായിരുന്നു ചിത്രം കൈവരിച്ചത്. ഈ സിനിമയിലെ ദൂരക്കിഴക്കുതിച്ചു എന്ന ഗാനമൊക്കെ പഴയകാല ആളുകൾ ഇന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും അത് കേൾക്കുന്നതും കാണാൻ സാധിക്കും. അത്രയ്ക്കും മനോഹരമായ ഗാനങ്ങളും ഈ സിനിമയെ പ്രേക്ഷകന്റെ മനസ്സിൽ മറ്റൊരു ലെവലാക്കി. ചിത്രം ഓർക്കാത്ത മലയാളി പ്രേക്ഷകർ കുറവാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ എന്ന് തന്നെയാകും ഉത്തരം. അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ചിത്രം എന്ന മലയാള സിനിമ പ്രേക്ഷകനെ ചിരിക്കാനും ചിന്തിപ്പിക്കാനുമായി തിയേറ്ററുകളിൽ എത്തിച്ച സിനിമ.